പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. നമസ്കാരം, ഞാൻ ഡോക്ടർ പൊന്നു, ന്യൂറോളജിസ്റ്റ് ആണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ. കുട്ടികൾ തുടങ്ങി മുതിർന്നവർ വരെ എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ വരെ ഒരുപാട് നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം ആദ്യം കരയുമ്പോൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് കൊടുക്കുകയോ ചെയ്തിട്ട് തുടങ്ങി ഒരു ശീലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ ഒരു 2-2.5 വയസ്സ് വരെയാണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളർച്ച നടക്കുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പുറമേ ഉള്ള പല കാര്യങ്ങളും പഠിച്ചാണ് കുട്ടികൾ വളരേണ്ടത്. അതായത് പുറമേ ഉള്ള ആൾക്കാരുള്ള ഇന്ററാക്ഷൻ, ഇടപഴകൽ, പിന്നെ പുറത്തുള്ള പല കാര്യങ്ങൾ, പുറത്ത് പോയി കളിക്കുക, അങ്ങനെ ഒരുപാട് വെളിയിൽ നിന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ എൻവയൺമെന്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പഠിച്ചാണ് കുട്ടികൾ വളരുന്നത്. അപ്പൊ ഈ ഒരു ഡെവലപ്മെന്റൽ ഘട്ടത്തിൽ, മസ്തിഷ്കം വളർന്നു വരുന്ന ആ ഘട്ടത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഫുൾ ടൈം മൊബൈൽ ഫോൺ നോക്കും. ഒന്നുകിൽ ഗെയിം കളിക്കും, അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറമേ ഉള്ള ഇന്ററാക്ഷൻ കുറഞ്ഞ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറഞ്ഞ്, അവരുടെ മസ്തിഷ്കത്തിന്റെ, അതായത് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗത്തിന്റെ വളർച്ച അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തില്ല. അതുപോലെ തന്നെ പല കുട്ടികളും, ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ സ്പീച്ച് ഡിലേ ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കുറയുന്നതായിട്ടും ഭാഷയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും അറ്റൻഷൻ സ്പാൻ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലം. ശ്രദ്ധക്കുറവ്, പഠിത്തത്തിൽ മാത്രമല്ല അല്ലാതെ ഒരുപാട് ശ്രദ്ധക്കുറവ് മൊബൈൽ ഫോണിന്റെ ഉപയോഗം മൂലം കണ്ടുവരുന്നുണ്ട്. പിന്നെ ഫോട്ടോസെൻസിറ്റീവ് എപ്പിലെപ്സി, അതായത് ഫോട്ടോസെൻസിറ്റീവ് അപസ്മാരം എന്നുള്ള ഒരു പ്രത്യേക തരം അപസ്മാരമുണ്ട്. ലൈറ്റ് ഫ്ലാഷസ്, നമ്മുടെ മുഖത്തോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റുകൾ അടിക്കുമ്പോൾ ഒരു ഫിക്സ് അല്ലെങ്കിൽ അപസ്മാരം ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള എപ്പിലെപ്സി. അങ്ങനെയുള്ള കുട്ടികളിലോ മുതിർന്നവരിലോ ഫോണിന്റെ അമിത ഉപയോഗം ഈ അപസ്മാരം ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എസ്പെഷ്യലി രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഫോൺ കാണുന്നതാണ് കുറച്ചും കൂടെ അപകടം. അത് എസ്പെഷ്യലി ഗെയിം കളിക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല നിറത്തിലുള്ള സ്ക്രീൻ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു ട്രിഗർ റിസ്ക് ഫാക്ടറാണ് ഈ ഫോട്ടോസെൻസിറ്റീവ് അപസ്മാരം പോലുള്ള കണ്ടീഷൻസിൽ. പിന്നെ മുതിർന്നവരിലും കുട്ടികളിലും മൈഗ്രെയിൻ അധികമായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി, ഈ തലവേദന വരുന്നതിൻ്റെ ഫ്രീക്വൻസി ഒരുപാട് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിന്റെ തരംഗങ്ങൾ നോൺ അയനൈസിങ് റേഡിയേഷൻ എന്ന് പറയും. അതായത് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നവയല്ല. എന്നാലും ചില അത്ര പ്രൂവൺ അല്ലാത്ത കുറച്ച് സ്റ്റഡീസ് പറയുന്നത് ബ്രെയിൻ ട്യൂമർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. തിയററ്റിക്കലി നോക്കുമ്പോൾ അത് പോസിബിൾ അല്ല എങ്കിൽ കൂടിയും നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ മൊബൈൽ ഫോൺ കിടക്കുന്ന സമയത്ത് പലരും തലയണയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിലോ വെച്ച് കിടന്നുറങ്ങുന്നത്, ഇതും വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാലും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എസ്പെഷ്യലി കുഞ്ഞുങ്ങളിൽ ഒരുപാട് കുറയ്ക്കണം. കാരണം ഇല്ലെങ്കിൽ അവർ പഠിത്തത്തിൽ പിന്നോട്ട് പോവാം, അവരുടെ ഭാഷയിൽ അവർ പിന്നോട്ട് പോവാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പുറകോട്ട് പോവാം. അപ്പം അതെല്ലാം സൂക്ഷിക്കണം. ശ്രദ്ധക്കുറവുണ്ടാവാം, മുതിർന്നവരിലാണെങ്കിലും ശ്രദ്ധക്കുറവുണ്ടാവാം. അപ്പം സ്ക്രീൻ ബ്രേക്ക് കൊടുക്കണം. അതായത് സ്ക്രീൻ ടൈമിങ് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് ടൈം കൊടുക്കണം. കുറച്ച് മണിക്കൂറുകൾ ഫോൺ ഉപയോഗിക്കാതെ കുറച്ച് ഓഫ് പീരിയഡ്സ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്.